ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദാഖ്ലിയ പർവ്വതങ്ങളിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തി. ഒമാൻ മെട്രോളജി വിഭാഗം കഴിഞ്ഞ 24 മണിക്കൂറിനിടയിലാണ് ഈ മേഖലയിലെ താപനില 3.1 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ മറ്റ് ചില പ്രദേശങ്ങളും താഴ്ന്ന താപനിലയിലെത്തിയിട്ടുണ്ട്. മഹദയിലും ദെങ്കിലും 12.5 ഡിഗ്രി സെൽഷ്യസ്, മസ്യൂനയിൽ 12.9 ഡിഗ്രി സെൽഷ്യസ്, സുനൈന 13.1 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ അന്തരീക്ഷ ഊഷ്മാവ് അനുഭവപ്പെട്ടു. നേരിയ മഴ, നേരിയതോ മിതമായതോ ആയ കാറ്റ്, പൊടി നിറഞ്ഞതോ ഈർപ്പമുള്ളതോ ആയ അന്തരീക്ഷം എന്നിങ്ങനെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. മസ്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും തണുപ്പ് വർദ്ധിച്ചു വരികയാണ്. അതേസമയം 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. മഹൂത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുൽത്താൻ ഹൈത്തം സിറ്റിയിലെ റെസിഡൻഷ്യൽ കോംപ്ലക്സായ അൽനുഹ ഡിസ്ട്രിക്ട് ലോഞ്ച് ചെയ്തു. തിബിയാൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ആഡംബര റെസിഡൻഷ്യൽ പദ്ധതി ഒരുക്കുന്നത്. 13.4 ദശലക്ഷം റിയാൽ നിക്ഷേപത്തിൽ നൂതന രൂപകൽപ്പനയും ഒമാൻ വാസ്തുവിദ്യയും ചേർന്ന താമസ കെട്ടിടങ്ങൾ ഒരുങ്ങും. ഡോക്ടർ ഖാമിൽ ബിൻ ഫഹദ് ബിൻ മഹ്മൂദ് അൽ സൗദിന്റെ നേതൃത്വത്തിലായിരുന്നു ലോഞ്ചിംഗ് ചടങ്ങുകൾ. സുൽത്താൻ ഹൈത്തം സിറ്റി പദ്ധതി നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മന്ത്രിതല സംഘം കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു. സർക്കാർ സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള പങ്കാളികളുമായി സഹകരിച്ച് ആദ്യഘട്ടം വിജയകരമായി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികളും സന്ദർശനത്തിനിടെ ചർച്ച ചെയ്തു. സാംസ്കാരിക കേന്ദ്രം, സ്കൂൾ സമുച്ചയങ്ങൾ, ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ കേന്ദ്രം, മറ്റ് ആധുനിക സേവന സൗകര്യങ്ങൾ തുടങ്ങിയ പ്രധാന സംരംഭങ്ങളുടെ പുരോഗതിയും അവലോകനം ചെയ്തു. സ്ട്രാബാഗ് ഒമാനുമായി സഹകരിച്ച് 5 പാലങ്ങളും പ്രധാന റോഡുകൾ അൽ സറൂജ് കൺസ്ട്രക്ഷൻ കമ്പനിയുമാണ് നിർമ്മിക്കുന്നത്. വൈദ്യുതി, വെള്ളം, മലിനജലം, ബ്രോഡ്ബാൻഡ് ശൃംഖല, കമ്മ്യൂണിക്കേഷൻസ്, കൂളിംഗ് സംവിധാനങ്ങൾ, ഗ്യാസ് വിതരണം എന്നിവയുൾപ്പെടെ നഗരത്തിനാവശ്യമായ അവശ്യ സേവനങ്ങൾ ടവൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് കമ്പനിയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ മഴ ലഭിച്ചു. പല സ്ഥലത്തും കാറ്റും അനുഭവപ്പെട്ടിരുന്നു. ബോഷർ, ബർക്ക, സുവൈക്ക്, റുസ്താഖ് വിലായത്തുകളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു മഴ ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം. അതേസമയം വായുമർദ്ദത്തിന്റെ ഭാഗമായി വടക്കൻ ഗവർണറേറ്റുകളിൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നാണ് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുസന്തം ഗവർണറേറ്റിലും അൽ ഹജർ പർവ്വത നിരകളിലും ഒമാൻ കടലിന്റെ ഭാഗങ്ങളിലും ചില താഴ്വരകളിലും മലയിടുക്കുകളിലും ഇതിന്റെ ആഘാതം അനുഭവപ്പെട്ടേക്കാം. അസ്ഥിര കാലാവസ്ഥയുടെ ഭാഗമായി സജീവമായ പൊടിക്കാറ്റ്, തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലകൾ, പർവ്വത ശിഖരങ്ങളിൽ മഞ്ഞ് രൂപപ്പെടുക എന്നിവയ്ക്കും സാധ്യതയുണ്ട്. താപനിലയും കുറയും. അതുപോലെ മഴബാധിത പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കടൽ പ്രക്ഷുബ്ധമായ അവസ്ഥയെക്കുറിച്ച് നാവികർ ബോധവാന്മാരായിരിക്കണം. പൊടിയുടെയും മഴയുടെയും ഭാഗമായി ദൃശ്യപരത കുറയുന്നതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത കാണിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. രാജ്യത്ത് തണുപ്പ് കൂടിയതോടെ ജലദോഷപ്പനി കേസുകളുടെ പ്രകടമായ വർധനവുണ്ടായി. പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ ഇത് വർദ്ധിച്ചു വരികയാണ്. തണുത്ത കാലാവസ്ഥയിൽ അക്യൂട്ട് റെസ്പിറേറ്ററി അണുബാധകൾ, ഫ്ലൂ തുടങ്ങിയവ വർദ്ധിക്കുന്നത് സാധാരണയാണ്. അസ്ഥിരമായ കാലാവസ്ഥയിൽ താമസക്കാർ സാധാരണയായി ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുകയാണെങ്കിലും വീട്ടിലും തൊഴിൽ സ്ഥലങ്ങളിലും ഇത് പകരാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാധിക്കപ്പെടുന്നവരിൽ ഏറ്റവും കൂടുതൽ. 60 വയസ്സിന് മുകളിൽ പ്രായമായവരിൽ കടുത്ത പനി, ജലദോഷം, ചുമ, സന്ധിവേദന എന്നിവ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനും ഉയർന്ന പനി, ജലദോഷം, ചുമ, സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ നിരീക്ഷിക്കാനും മാതാപിതാക്കളോട് ആരോഗ്യ വിദഗ്ധർ അഭ്യർത്ഥിച്ചു. മഴയുണ്ടാകുന്ന ഘട്ടത്തിൽ ജലത്തിലൂടെ പകരുന്ന രോഗാണുക്കളായ ബാക്ടീരിയകളും വൈറസുകളും വളരാൻ ഇടയാക്കും. ഈ രോഗകാരികൾ വയറിളക്കം, ഛർദി, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ രോഗങ്ങൾക്കും കാരണമാകും. അതിസാരം, വയറുവേദന, പേശീവേദന, തലവേദന തുടങ്ങിയവയും ഉണ്ടായേക്കാം. ഒമാനിലെ സ്കൂളുകൾ ശൈത്യകാല അവധിക്കായി അടയ്ക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അവധി ആരംഭിക്കും.
മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അവധി ദിവസങ്ങൾ കുറവാണ്. 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെയാണ് വിവിധ ഇന്ത്യൻ സ്കൂളുകൾ അവധി നൽകുന്നത്. ജനുവരി ആദ്യവാരത്തിൽ തന്നെ ക്ലാസുകൾ പുനരാരംഭിക്കും. കുറഞ്ഞ ദിവസങ്ങളാണെങ്കിലും അവധിക്കാലം നാട്ടിലും മറുനാട്ടിലുമായി ചെലവഴിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസി കുടുംബങ്ങൾ. നാട്ടിലേക്ക് പോകുന്നവർ പലരും ഇതിനോടകം തന്നെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഒമാന് പുറത്തുള്ള സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നവരുമുണ്ട്. ഈ ദിവസങ്ങളിലെ ഭീമമായ വിമാന ടിക്കറ്റ് നിരക്കിൽ വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും അതൊന്നും വകവെക്കാതെയാണ് യാത്രക്കൊരുങ്ങുന്നത്. അറേബ്യൻ ഗൾഫ് കപ്പിന് മുന്നോടിയായി യമനെതിരെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ഒമാനു വിജയം. സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന കളിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിലാണ് ഒമാൻ വിജയിച്ചത്. 68-ാം മിനിറ്റ് അലി ബുസൈദിയാണ് ഒമാന്റെ വിജയ ഗോൾ നേടിയത്. ആദ്യം മുതൽക്കേ ആക്രമിച്ച് കളിക്കുക എന്ന തന്ത്രമായിരുന്നു കോച്ച് ജാബിർ റാഷിദിന്റെ കുട്ടികൾ സ്വീകരിച്ചിരുന്നത്. ഇരു വിങ്ങുകളിലൂടെയും മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും യമന്റെ പ്രതിരോധം ഭേദിക്കാനായില്ല. കൗണ്ടർ അറ്റാക്കിലൂടെ യമനും കളം നിറഞ്ഞ് കളിച്ചെങ്കിലും ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും അടിക്കാതെ പിരിഞ്ഞു. രണ്ടാം പകുതിയിൽ ഗോൾ നേടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഒമാൻ ഇറങ്ങിയത്. ഇതിന്റെ പ്രതിഫലനം യമൻ ഗോൾമുഖത്ത് കാണുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.